Good morning to all. Once again, you are welcome to the class. Today, let us learn a story, The Pied Piper of Hamlin. So, all of you take page number 127 and we can start the story. എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഇന്ന് നമുക്ക് The Pied Piper of Hamlin എന്ന കഥയാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. So, all of you open your textbook. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് പേജ് നമ്പർ 127 എടുക്കുക. Okay, so let us start today's story. The Pied Piper of Hamlin. Hamlin was a small town in Germany. The town was full of rats. They were in houses, inns, shops, schools, and every street. Rats became a serious problem. Everyone wanted to find a solution for it. So when the story starts, we can see that the place of the story is Hamlin. Hamlin is a small town in Germany. ജർമ്മനിയിലെ ഒരു ചെറിയ ഒരു ടൗണാണ് ഹാംലിൻ നഗരം. Okay, the town was full of rats. What is the speciality of Hamlin town? That is, the town was full of rats. ഹാംലിൻ നഗരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫുൾ ഓഫ് റാറ്റ്സ്. എല്ലായിടത്തും എലികളാണ്. They were in houses, inns, shops, schools and in every street. അപ്പോൾ ഈ എലികളെ എവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും? വീടുകളിൽ, ചെറിയ കുടിലുകളിൽ, കടകളിൽ, സ്കൂളുകളിൽ, ഇനി ആ തെരുവിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എലികളെ കാണാം. റാറ്റ്സ് ബിക്കെയിം എ സീരിയസ് പ്രോബ്ലം. ഇനി അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായി തീർന്നു എന്ത്? എലികളെ കൊണ്ട് ശല്യമായി. എവ്രി വൺ വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും പൊറുതിമുട്ടിയപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാമെന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങി. അവർക്ക് അതിൽ നിന്നും ഒരു മുക്തി വേണമായിരുന്നു. The mayor had often held meetings with the people of the town to discuss the problem. In the beginning, they thought that cats would drive away the rats. But it was very difficult to find large number of cats. They were in a real dilemma. The mayor had often held meetings with the people of the town to discuss the problem. അപ്പോൾ ആ ടൗണിലുള്ള മേയർ, അവരുടെ ഉന്നത അധികാരിയാണ്. ആ മേയർ പലപ്പോഴും യോഗങ്ങൾ ചേർന്നിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്കസ് എബൌട്ട് ദ പ്രോബ്ലം, ടു ഡിസ്കസ് എബൌട്ട് ദ ഇഷ്യൂ ഓഫ് റാറ്റ്സ്. നമ്മുടെ എലികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് പല മീറ്റിങ്ങുകളും നടത്തി. ഇൻ ദ ബിഗിനിങ് ദ തോട്ട് ദാറ്റ് കാറ്റ്സ് വുഡ് ഡ്രൈവ് എവേ ദ റാറ്റ്സ്. അവർ കണ്ടെത്തിയ ആദ്യത്തെ സൊല്യൂഷൻ എന്തായിരുന്നു? പൂച്ചകളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എലികളെ ഓടിക്കാമെന്നതായിരുന്നു അവരുടെ കണ്ടുപിടുത്തം. But it was very difficult to find large number of cats. ഇനി അവർക്ക് അതും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്താ കാരണം? ഇത്രയ്ക്കും അധികം പൂച്ചകളെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എന്താ അതിന് കാരണം അത്രമാത്രം എലികൾ ഈ ഹാംലിൻ നഗരത്തിലുണ്ട്. സോ ദേ വേർ ഇൻ എ റിയൽ ഡിലേമ. അവർ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനിലായി. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒന്നും അറിയാതെയായി. ഓക്കെ, വൺ ഡേ എ സ്ട്രേഞ്ചർ കെയിം ടു ദ ടൗൺ ഓഫ് ഹാംലിൻ. ഹി ക്യാരിഡ് എ പൈപ്പ് വിത്ത് ഹിം. ഹി ഹാഡ് എ സ്റ്റേൺ ലുക്ക് ആൻഡ് വാക്ക്ഡ് സ്ട്രേറ്റ് ടു ദ മേയേഴ്സ് ഓഫീസ്. He faced the mayor of Hamlin and said, "It is well known across the Germany that Hamlin has a problem of rats. I will get rid of all the rats.
What would be my reward be? What would my reward be? For a moment, the mayor was stunned. It was difficult for him to believe that a single man could do it. സോ അപ്പോൾ അവരങ്ങനെ യാതൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് വൺ ഡേ a stranger came to the town of Hamlin. ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ഹാംലിൻ നഗരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഹി ക്യാരിഡ് എ പൈപ്പ് വിത്ത് ഹിം. ഇനി അവൻ്റെ കയ്യിൽ ഇങ്ങനെയാണ് ഒരു പൈപ്പ്, ഒരു പീപ്പി അവൻ ആ അപരിചിതൻ്റെ കയ്യിൽ ഉണ്ട്. ഹി ഹാഡ് എ സ്റ്റേൺ ലുക്ക് ആൻഡ് വാക്ക്ഡ് സ്ട്രേറ്റ് ടു ദ മേയേഴ്സ് ഓഫീസ്. ഒരു പരുക്കനായിട്ടുള്ള ഒരു പ്രകൃതമാണ്. ഇനി അദ്ദേഹം വന്ന ഉടനെ തന്നെ മേയറുടെ ഓഫീസിലേക്ക് പോയി. He faced the mayors of Hamlin and said, "It is well known across Germany that Hamlin has a problem of rats." അപ്പോൾ അദ്ദേഹം പരുക്കനായിരുന്നു. അദ്ദേഹം അങ്ങനെ തന്നെ മേയറിൻ്റെ ഓഫീസിലേക്ക് ചെന്നിട്ട് പറയാണ്, എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ ജർമ്മനിക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ട്, ഇവിടെ നിറച്ച് എലികളാണെന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ടല്ലോ. I will get rid of all the rats. ഞാൻ നിങ്ങളെ ഈ എലികളിൽ നിന്നും രക്ഷിക്കാം. What would my reward be? ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ പ്രതിഫലം? For a moment, the mayor was stunned. Stunned means shocked. For a moment, ആ ഒരു നിമിഷത്തേക്ക് നമ്മുടെ മേയർ ഷോക്ക് അടിച്ച പോലെ, അതായത് സ്തബ്ധരായി. It was very difficult for him to believe that a single man could do it. അദ്ദേഹത്തിന് ഈ ഒരു മനുഷ്യന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. 10,000 gold coins from our treasury if you can do as you promise, said the mayor. The stranger nodded his head and said, In a day's time, Hamlin will have no rats. So here, Mayor agrees that I will give you 10,000 gold coins from our treasury if you had do as your promise. ഇവിടെ നമ്മുടെ മേയർ പറയാണ്, ഞാൻ താങ്കൾക്ക് ഒരു 10,000 ഗോൾഡ് കോയിൻസ് തരാം. എൻ്റെ ഖജനാവിൽ നിന്നും ഒരു 10,000 ഗോൾഡ് കോയിൻസ് തരാം. താൻ വാഗ്ദാനം ചെയ്ത പോലെ എലികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ 10,000 ഗോൾഡ് കോയിൻസ് തരാം. The stranger nodded his head and said, അദ്ദേഹം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം തലയാട്ടി എന്നിട്ട് പറഞ്ഞു, In a day's time, Hamlin will have no rats. ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഈ എലികളേക്കും ഇവിടെ നിന്ന് ഓടിച്ചു കളയാം. The stranger walked out into the street, pulled out his pipe and started playing it. An eerie sound floated in the air. People of Hamlin could hear the beautiful tune from every corner of Hamlin and were paralyzed by the enchanting music. The stranger walked out into the street and pulled out his pipe and started playing it. ആ നിമിഷം തന്നെ അദ്ദേഹം ആ തെരുവിലേക്ക് ഇറങ്ങി എന്തു ചെയ്തു? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പീപ്പി വലിച്ചൂരി അത് ഊതാനായിട്ട് തുടങ്ങി. An eerie sound floated in the air. ഒരു നല്ല രീതിയിലുള്ള പാട്ട് ആ അന്തരീക്ഷത്തിൽ അലയടിക്കാനായിട്ട് തുടങ്ങി. People of Hamlin could hear the beautiful tune every corner of Hamlin and were paralyzed by the enchanting music. നമ്മൾ ആ ത്രസിപ്പിക്കുന്ന ആ സംഗീതത്തിൽ ഹാംലിൻ നഗരത്തിലെ എല്ലാ ജനങ്ങളും എന്തായി? സ്തബ്ധരായി. പാരലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അനങ്ങാൻ പറ്റാതെയായിട്ട് നിന്നു. ഓക്കെ, സോ അത്രയ്ക്കും രസകരമായിരുന്നു ആ പാട്ട്. All of a sudden,
There was a whirring noise. Thousands of rats came all the way from the various directions. They followed the piper. It seemed that the rats were mesmerized by the delightful music of the pipe. The stranger headed towards the sea with all the rats of Hamlin behind him. It was an extraordinary sight for the folks of Hamlin. Okay, so in the picture we can see that what happens. Okay, so what happened? The stranger started playing the pipe. Okay, so what happened? Look at the picture and see what happened. All the rats started following the stranger, isn't it? Okay, so all of a sudden there was a whirring sound. What happened? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു എന്താ പറയുക വാരിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാതടിപ്പിക്കുന്ന ഒരു സ്വരം ഉണ്ടായി. Thousands of rats came all over the way from various directions. പല ഭാഗങ്ങളിൽ നിന്നും എലികൾ അങ്ങോട്ട് ഓടിക്കൂടാനായിട്ട് തുടങ്ങി. They followed the piper. എങ്ങോട്ടാണ് ഓടി വരുന്നത്? നമ്മുടെ പൈപ്പറിൻ്റെ തൊട്ട് പിന്നിലേക്കാണ് ഇവരെല്ലാവരും ഓടി വന്നിരുന്നത്. It seemed that the rats were mesmerized by the delightful music of the pipe. എന്താണ്? അവരെല്ലാവരും അതിൽ അലിഞ്ഞില്ലാതെയാവുക, അല്ലെങ്കിൽ അതിൽ മുഴുകിയ പോലെയാണ് എല്ലാ എലികളും പല ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് എത്തിച്ചേർന്നത്. The stranger headed towards the sea with all the rats of Hamlin behind him. അങ്ങനെ നമ്മുടെ പൈപ്പർ എന്ത് ചെയ്തു? ഈ പീപ്പിയും വിളിച്ച് നമ്മുടെ കടലിൻ്റെ നേരെ നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പൈപ്പറിൻ്റെ ബാക്കിലൂടെ ആരാ വരുന്നത്? ഓൾ ദ റാറ്റ്സ് ഓഫ് ഹാംലിൻ സിറ്റി. ഓക്കെ, ഹാംലിൻ നഗരത്തിലുള്ള എല്ലാ എലികളും നമ്മുടെ പൈപ്പറിൻ്റെ പിന്നിലോട്ട് വന്നു. It was an extraordinary sight for the folks of Hamlin. Folks എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനക്കൂട്ടം. ഓക്കെ, ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു എന്താ ഹാംലിൻ നഗരത്തിലെ ജനങ്ങൾക്ക് ഈ കാഴ്ച. അതായത് ഒരു പൈപ്പർ മുമ്പിൽ പീപ്പി വിളിച്ച് പോണു, പിന്നാലെ നമ്മുടെ എലികൾ വരുന്ന കാഴ്ച. ഒട്ടും എന്താ പറയുക, അവരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് അവർ നോക്കി നിന്നത്. The stranger played the pipe continuously and walked right into the sea. The rats followed him in a large numbers, and all of them were caught by the waves, which dragged them into the sea. All the rats of Hamlin were drowned. The strange piper thus got rid of all the rats. He kept his word. And what happened? The stranger played a pipe continuously and walked right into the sea. ഈ എലികളൊക്കെ പിന്നാലെ വരുന്നുണ്ടെന്ന് അറിഞ്ഞാലും ഇദ്ദേഹം നിർത്താതെ അദ്ദേഹത്തിൻ്റെ പീപ്പി വിളിച്ചു. പീപ്പി ഊതിക്കൊണ്ട് കടലിന് നേരെ നീങ്ങി. The rats followed him in a large numbers and all of them were caught by the waves. എന്തുണ്ടായി? ഇദ്ദേഹം കടലിലേക്ക് ഇറങ്ങിയപ്പോൾ അതുപോലെ തന്നെ ഈ എലികളും കടലിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി. All of them were caught by the waves. എന്തുണ്ടായി? ഈ എലികളെല്ലാം തിരമാലയിൽ പെട്ടു. Which dragged them into the sea. അപ്പോൾ തിരമാലയിൽ പെട്ടപ്പോൾ എന്തുണ്ടായത്? ഈ എലികളെയെല്ലാം കടലിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. All the rats of Hamlin were drowned. അങ്ങനെ ഹാംലിൻ നഗരത്തിലുള്ള എല്ലാ എലികളും കടലിൽ മുങ്ങിപ്പോയി. The strange piper thus got rid of all the rats. He kept his word. അദ്ദേഹം എന്ത് ചെയ്തു? ഹാംലിൻ നഗരത്തിലുള്ള എല്ലാ എലികളെയും ഇല്ലാതെയാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ചു. The stranger approached the mayor for his reward. The mayor and the townspeople enjoyed watching the bizarre sight. But the mayor had changed his mind. When the stranger went to him, he said, "It
It's a wonderful task you have accomplished. But is it 10,000 gold coins a hefty reward for the day's work? I will pay you 500 gold coins. The stranger looked at the mayor and then he walked out. Hmm? So, after finishing the works of the stranger, that is the Pied Piper, he stood in front of the mayor. അദ്ദേഹത്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം മേയറിൻ്റെ മുൻപിൽ വന്ന് നിൽപ്പായി ഫോർ ദ റിവാർഡ്, പ്രതിഫലത്തിന് വേണ്ടിയിട്ട്. ദ സ്ട്രേഞ്ചർ അപ്രോച്ച്ഡ് ദ മേയർ ഫോർ ഹിസ് റിവാർഡ്. പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ഈ സ്ട്രേഞ്ചർ, ഈ അപരിചിതൻ മേയറിൻ്റെ അടുത്തേക്ക് എത്തി. The mayor and his townspeople enjoyed watching the bizarre sight. അതായത് അത്യപൂർവമായിട്ടുള്ള കാഴ്ച കാണാനായിട്ട് മേയറും അവിടെയുള്ള ജനങ്ങളും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദ മേയർ ഹാഡ് ചേഞ്ച്ഡ് ഹിസ് മൈൻഡ്. കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മേയർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വാക്ക് മാറ്റി. When the stranger went to him, he said, "It's a wonderful task you have accomplished." അപ്പോൾ മേയറിൻ്റെ അടുത്തേക്ക് നമ്മുടെ സ്ട്രേഞ്ചർ വന്നപ്പോൾ പറഞ്ഞു, നീ വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തത്. ബട്ട് isn't 10,000 gold coins is a hefty reward for a day's work? ഒരു ദിവസത്തെ ജോലിക്ക് ഒരു 10,000 ഗോൾഡ് കോയിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് അല്ലേ? അദ്ദേഹത്തിനൊരു സംശയം. ഓക്കെ, ഐ വിൽ പേ യു 500 ഗോൾഡ് കോയിൻസ്. ഞാൻ എന്ത് തരുള്ളൂ? ഞാനൊരു 500 ഗോൾഡ് കോയിൻ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ. ദ സ്ട്രേഞ്ചർ ലുക്ക്ഡ് അറ്റ് ദ മേയർ ആൻഡ് ദെൻ വാക്ക്ഡ് ഔട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപരിചിതൻ നന്നായിട്ടൊന്ന് മേയറിനെ നോക്കി, എന്നിട്ട് എന്തു ചെയ്തു? അവിടെ നിന്നും പുറത്തേക്ക് പോയി. In the street, and what happened? Look at the picture. Have you understood? Okay, now who is following the stranger? Yes, very good. Okay, the little children in Hamlin city. Okay, look at the passage. In the street, he pulled out his pipe again and started playing it. This time, it was a different sound, but eerie was as well. All the children of Hamlin started to follow the stranger. Okay, so in the street, he pulled out his pipe again and started playing it. അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പീപ്പി ഊരിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അത് വിളിക്കാനായിട്ട് തുടങ്ങി. ദിസ് ടൈം ഇറ്റ് വാസ് ഡിഫറെൻറ്റ് സൗണ്ട്. പക്ഷേ ഇപ്രാവശ്യം വിളിച്ചപ്പോൾ, അതായത് എലികളെ വിളിക്കാനായിട്ടുള്ള ഒരു സ്വരമായിരുന്നില്ല വന്നത്. ബട്ട് എറി ആസ് വെൽ, രീതി അതൊക്കെ തന്നെയായിരുന്നു, പക്ഷേ സ്വരത്തിലെ വ്യത്യാസം ഉണ്ടായിരുന്നു. All the children of Hamlin started to follow the stranger. ഈ മ്യൂസിക് കേട്ടപ്പോൾ എന്താ ഉണ്ടായത്? അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും ഈ സ്ട്രേഞ്ചറിൻ്റെ പിന്നാലെ പോകാനായിട്ട് തുടങ്ങി. He walked out of the town and disappeared into the mountains. The children followed him. Their parents wept. Where had the stranger taken their children? They complained to the mayor, but he was helpless. He felt guilty that he had been dishonest with the stranger. Okay, he walked out of the town and disappeared into the mountains. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ പീപ്പി ഊതി പിന്നാലെ കുട്ടികൾ വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ? ഹി ഡിസപ്പിയേർഡ്. അദ്ദേഹം ഒരു മലയുടെ അപ്പുറത്ത് വെച്ചിട്ട് അപ്രത്യക്ഷനായി. ദ ചിൽഡ്രൻ ഫോളോഡ് ഹിം. ആ മലയുടെ അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ കാണാണ്ടായി. ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ആ നാട്ടിലുള്ള കുട്ടികളെല്ലാവരും പോയി. ദെയർ പാരൻസ് വെപ്റ്റ്. കുട്ടികളെ കാണാതെയായപ്പോൾ അവരുടെ മാതാപിതാക്കൾ കരയാനായിട്ട് തുടങ്ങി. വേർ ഹാഡ് ദ സ്ട്രേഞ്ചർ ടേക്കൺ ദെയർ ചിൽഡ്രൻ. അവരെല്ലാവരും ചോദിക്കാനായി തുടങ്ങി, എവിടേക്കാണ് നമ്മുടെ മക്കളേക്കും കൊണ്ടുപോയത്? ദേ കംപ്ലെയിൻറ്റ് ടു ദ മേയർ. ഏറ്റവും അവസാനം അവർ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു. ആരോട്? മേയറോട്. ഹി വാസ് ഹെൽപ്ലെസ്. പക്ഷെ അദ്ദേഹത്തിനും ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ഹി ഫെൽറ്റ് ഗിൽറ്റി ദാറ്റ് ഹി ഹാഡ് ബീൻ ഡിസോണസ്റ്റ് വിത്ത് ദ സ്ട്രേഞ്ചർ. ആ സമയത്ത് മേയറിന്
എന്തായി, കുറ്റബോധമായി. കാരണം ഞാൻ എൻ്റെ വാക്ക് പാലിക്കാത്തത് കാരണമാണല്ലോ ജനങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നത്. അതാലോചിച്ച് അദ്ദേഹത്തിന് ഒരു കുറ്റബോധം തോന്നി. ഓക്കെ, സോ ഐ തിങ്ക് everybody understood this story very well. ഓക്കെ, സോ എല്ലാവർക്കും ഈ കഥ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഡു ആക്ടിവിറ്റി നൗ. ഓക്കെ, സോ ടേക്ക് പേജ് നമ്പർ 130. ചെക്ക് ഹൗ വെൽ യു റെഡ്. നിങ്ങൾ എത്രമാത്രം വിശദമായിട്ട് വായിച്ചിട്ടുണ്ടെന്ന് നോക്കണം. സോ ബിഫോർ ഡൂയിങ് ദിസ് ആക്ടിവിറ്റി യു ഹാവ് ടു റെഡ് the story 3 times. ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 3 പ്രാവശ്യം ഈ കഥ വായിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ദ ഫോളോയിങ് ആർ ദ മെയിൻ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഥയിൽ സംഭവിച്ചിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എ സബ് ഇവൻറ്റ്സ് കണക്റ്റഡ് ടു ദം. അപ്പോൾ ഇവിടെ ഒരു മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങളുടെ വാക്കുകളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, ദ ടൗൺ ഓഫ് ഹാംലിൻ ഈസ് ഫുൾ ഓഫ് റാറ്റ്സ്. അതാണ് ഫസ്റ്റത്തെ സെൻറ്റൻസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻറ്റൻസുകൾ ഏതാണെന്നുള്ളത് നോക്കുക, അത് കണ്ടെത്തി എഴുതുക. രണ്ടാമത്തെ, എ സ്ട്രേഞ്ചർ അറൈവ്സ് അറ്റ് ഹാംലിൻ. അവിടേക്ക് ഒരു സ്ട്രേഞ്ചർ വന്നു. മൂന്നാമത്തെ, ദ മേയർ ഓഫേഴ്സ് 10,000 ഗോൾഡ് കോയിൻസ്. ഫോർത്ത് വൺ, ദ സ്ട്രേഞ്ചർ പ്ലേസ് ഹിസ് പൈപ്പ് ഇൻ ദ സെക്കൻഡ് ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് വായിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ വിത്ത് ദിസ് ഐ എം വൈൻഡിങ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. സോ we can meet at the next class. Okay, so before that I would like to tell you something. Along with this class I am sending you the animated version of the Pied Piper of Hamlin. ഓക്കെ, ഈ കഥയുടെ കൂടെ തന്നെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ടീച്ചർ ഇതിൻ്റെ ആനിമേറ്റഡ് വീഡിയോയും കൂടെ അയക്കുന്നുണ്ട്. സോ യു ക്യാൻ വാച്ച് ഇറ്റ് ആൻഡ് യു ക്യാൻ എൻജോയ് ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യാം, ആ ആനിമേറ്റഡ് സ്റ്റോറി നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ആസ്വദിക്കാം. Okay, so and once more I would like to tell you something. You have to read the story of Happy Prince for the next class. Just you have to read. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റോറിയാണ്. അതിനു മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു റെഡ് ദ സ്റ്റോറി ഓഫ് ദ ഹാപ്പി പ്രിൻസ് ബിഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ ഹാപ്പി പ്രിൻസിൻ്റെ പാഠം ഒന്ന് വായിച്ചിരിക്കുക. ആൻഡ് ജസ്റ്റ് അണ്ടർലൈൻ ബിലോ ദ ഡിഫിക്കൽട്ട് വേർഡ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത വാക്കുകളുടെ അടിയിൽ ഒന്ന് വരയും കൂടെ ഇട്ടിട്ടുണ്ടാവണം. Okay, so with this I am winding up. So once again, thank you my dear children.